എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവസന്നിധിയിലേക്ക് വചനവുമായിട്ട് അടുത്ത് വരുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തെ സ്തുതിക്കുന്നു. സകല ദൈവത്തിൻ്റെ സൃഷ്ടിക്കും ദൈവം ഓരോ കാര്യങ്ങൾ കരുതുന്നുണ്ട്. അത് നമ്മുടെയും ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനൊക്കെയും ദൈവം കാലാകാലങ്ങളായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് പകൽ സമയത്ത് ചിന്തിപ്പാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. യെശയ്യാവ് 46:4 പറയുന്നു, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോട് തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മത്തായി 6:31-32 പറയുന്നുണ്ട്, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. 145-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 15-16 വാക്കിൽ വായിക്കുന്നുണ്ട്, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, കാക്കകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. അതിന് 30-ാം വാക്യത്തിൽ പറയുന്നു, ഈ വകയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് പിതാവ് അറിയുന്നു. യഹോവ ഇരേ എന്ന് അബ്രഹാം ഇസഹാക്കിനോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതാ യഹോവ കരുതിക്കൊള്ളു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി നമുക്ക് സവിസ്തരം കാണുവാൻ ഗുണം സാധിക്കും. അബ്രഹാമിൻ്റെ വാർദ്ധക്യ സമയത്ത് വാഗ്ദത്ത പ്രകാരം ലഭിച്ച പുത്രനാണ് ഇസഹാക്ക്. കുട്ടികളി മാറുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞത്, നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിപ്പാൻ കൽപ്പിക്കുന്നുണ്ട്. ഇത് ദൈവശബ്ദമോ എന്ന് ആദ്യം അബ്രഹാം സംശയിച്ചു കാണും. അതിന് കാരണം ഇസഹാക്കിനെ കുറിച്ച് ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് ദൈവം പറഞ്ഞ വിഷയങ്ങളെ ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങൾ കൈവശമാക്കും. ഈ വാഗ്ദത്തം ഇരിക്കെ ഇസ്ഹാക്കിനെ എങ്ങനെ ഹോമയാഗം അർപ്പിക്കും? ദൈവശബ്ദം തിരിച്ചറിഞ്ഞ ശേഷം അബ്രഹാം തൻ്റെ മകനെ യാഗം അർപ്പിപ്പാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. രാത്രിയിൽ അബ്രഹാമിന് ഒരുപക്ഷെ ഉറങ്ങുവാൻ സാധിച്ചു കാണത്തില്ല.
സാറ പോലും അറിയാതെയുള്ള പ്ലാനിംഗ് ആണ്. അതിരാവിലെ തന്നെ ഇസ്ഹാക്കിനെയും കൂട്ടി അബ്രഹാം യാത്ര പുറപ്പെട്ടു. ദൈവം അബ്രഹാമിന് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. 3-ാം ദിവസം അബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അങ്ങനെ പറവാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാല്യക്കാർ സമ്മതിക്കുകയില്ലായിരുന്നു. അത് സംഭവിക്കാതെ ഇരിപ്പാൻ അവരെ ഒഴിവാക്കി. മറ്റൊന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസം. ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ മകനെ ഹോമയാഗം കഴിച്ചാലും ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന് മറ്റൊരു മകനെ തരുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം. അതാണ് ഞങ്ങൾ മടങ്ങി വരാം എന്ന് പറഞ്ഞത്. ഹോമയാഗത്തിനുള്ള വിറവ് മകൻ്റെ ചുമലിൽ വെച്ചു. യാത്രാമധ്യേ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിച്ചു, അപ്പാ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? പിടിയുന്ന ഹൃദയത്തോടും ദൈവത്തോടുള്ള വിശ്വാസത്താലും അബ്രഹാം മകന് മറുപടി കൊടുത്തു, ദൈവം കരുതിക്കൊള്ളും. അവിടെ നടന്ന സംഭവങ്ങളെ ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാം വിശ്വാസത്താൽ എന്തെല്ലാം പറഞ്ഞുവോ അതുപോലെ സംഭവിക്കുന്നു. ഇസ്ഹാക്കിന് പകരം ഒരു ആട്ടിൻകൂട്ടിനെ ദൈവം കരുതി. അവർ ഇരുവരും ഒന്നിച്ച് മടങ്ങിപ്പോയി. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെ പല പരീക്ഷകളും നേരിടേണ്ടി വരുമ്പോൾ അബ്രഹാമിനെ പോലെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. ദൈവത്തെ ആഴമായി വിശ്വസിക്കാം. ദൈവസൃഷ്ടികളായ നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും സർവശക്തൻ അത് നിവർത്തിച്ചു തരും. നോഹ പെട്ടകത്തിൽ കയറിയ ശേഷം വേണ്ടുവോളം ആഹാരം ശേഖരിച്ചെങ്കിലും അത് തീരുന്നത് മനസ്സിലാക്കി അതിലുണ്ടായിരുന്ന ജീവജാലങ്ങളെയും എല്ലാം ഓർത്ത് ജലപ്രളയം ദൈവം അവസാനിപ്പിച്ചു.